നമസ്കാരം. ശബരിമല സ്വർണ്ണ കൊള്ളക്കേസിൽ നിർണായകമായ വഴിത്തിരിവിലേക്ക് അന്വേഷണം കടക്കുകയാണ്. ഈ അന്വേഷണ സംഘത്തിന് രമേശ് ചെന്നിത്തലയുടെ ഒരു മൊഴി ലഭിക്കുന്നതോടുകൂടിയാണ് ഒരു വഴിത്തിരിവ് അവിടെ ഉണ്ടാകുന്നത്. ആ മൊഴി എന്ന് പറഞ്ഞാൽ ഒരു വിദേശ വ്യവസായി രമേശ് ചെന്നിത്തലയ്ക്ക് ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ കൈമാറിയിരുന്നു എന്നതായിരുന്നു. ആ വിദേശ വ്യവസായിയുടെ പേരടക്കം രമേശ് ചെന്നിത്തല അന്വേഷണ സംഘത്തിന് കൈമാറുന്നു. അന്വേഷണ സംഘം ആ വിദേശ വ്യവസായിയെ ചോദ്യം ചെയ്യുന്നു. അതിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം ലഭിക്കുന്നു. പഞ്ചലോഹ വിഗ്രഹങ്ങളടക്കം ശബരിമലയിൽ നിന്നും കടത്തിയെന്നും അങ്ങനെ കടത്തിക്കൊണ്ടുപോകാൻ ഇടനിലക്കാരനായി മാറിയത് തമിഴ്നാട്ടിലെ ഡിണ്ടിഗൽ സ്വദേശിയായ ഡി മണിയാണ് എന്നുമായിരുന്നു അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചത്. കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം ഡിണ്ടിഗലിൽ പോവുകയും ഈ ഡി മണിയെ കണ്ടെത്തുകയും ഇയാളെ ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ ഡി മണി പറഞ്ഞത്, ഞാൻ ഡി മണിയൊന്നുമല്ല, MS മണിയാണ്. ശബരിമല എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയുക കൂടിയില്ല. ഈ പറയുന്ന ഗോൾഡ് ബിസിനസ് ഒന്നും എനിക്കില്ല. ഞാനൊരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുന്നയാളാണ്. സ്വർണവുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല. താൻ ഒരു കുറ്റകൃത്യവും ചെയ്തിട്ടില്ല. തൻ്റെ കയ്യിലുള്ള ഒരു മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ഫോൺ നമ്പർ അത് മറ്റൊരാളുടെ കയ്യിലായിരുന്നു. ആ സമയത്ത് അയാൾ ദുരുപയോഗം ചെയ്തിട്ടുണ്ടാകാം എന്നുമൊക്കെയാണ് കേരളത്തിലെ മാധ്യമങ്ങളടക്കം പറഞ്ഞത്. എന്തായാലും ഈ ഡി മണിയെക്കുറിച്ചുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ ഡി മണി പറഞ്ഞ വിവരങ്ങളൊന്നും തന്നെ SIT സംഘം വിശ്വസിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. SIT സംഘം ഇപ്പോഴും ഡിണ്ടിഗലിൽ തുടരുകയാണ്. എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് കിട്ടിയ വിവരങ്ങൾ SIT സംഘം ക്രോസ് മാച്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ക്രോസ് മാച്ചിലെല്ലാം നെഗറ്റീവാണ് കാണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന മണി കള്ളം പറയുകയാണ് എന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ SIT സംഘം അവിടെ തുടരുന്നത്. ഈ പറയുന്ന ഡി മണിയുടെ ഒരു ജീവിതം തന്നെ വലിയ ദുരൂഹതയിലാക്കിയാണ് വിരൽ ചൂണ്ടുന്നത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഈ കഴിഞ്ഞ 6 വർഷത്തിന് മുമ്പ് ഇയാൾ വെറും ഒരു സാധാരണക്കാരനായ ഓട്ടോറിക്ഷ ഡ്രൈവർ ആയിരുന്നു അത്രേ. 6 വർഷത്തിനിപ്പുറം ഇയാൾ കോടീശ്വരനാണ്. ഇയാൾക്ക് ബഹുനില കെട്ടിടങ്ങളുണ്ട്, ആഡംബര കാറുകളുണ്ട്, ജുവലറി ഷോപ്പുകളുണ്ട്, മറ്റ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകളുണ്ട്. ഇതെങ്ങനെ കിട്ടി എന്നതാണ് ഇപ്പോൾ അന്വേഷണ സംഘം കൃത്യമായി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ 6 വർഷം കൊണ്ട് കോടീശ്വരനായ വ്യക്തി എന്ന് പറയുമ്പോൾ ഈ 6 വർഷം എന്ന കണക്ക് അത് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. കാരണം 2025 എന്ന ഈ വർഷത്തിൽ നിന്നും 6 കുറച്ചു കഴിഞ്ഞാൽ 2019 എന്ന വർഷത്തിലേക്ക് എത്തി നിൽക്കും. ഈ 2019 ശബരിമലയിൽ നിന്നും ഈ പറയുന്ന സ്വർണ്ണപ്പാളികളും കട്ടളപ്പാളികളും അടക്കം ഇത്തരത്തിൽ കടത്തിയിരിക്കുന്നത് എന്ന് കണ്ടെത്താൻ സാധിക്കും. 2020 ഒക്ടോബറിലാണ് പഞ്ചലോഹ വിഗ്രഹങ്ങൾ കൈമാറിയത് എന്ന മൊഴിയുണ്ട്. ഈ കണക്കുകൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇയാൾക്ക് വളരെ കൃത്യമായി എന്തോ നിധി പോലെയുള്ള സാധനം ഈ പറയുന്ന 6 വർഷത്തിനിടയിൽ എപ്പോഴോ കിട്ടിയിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. ആ നിധി ഉപയോഗിച്ചുകൊണ്ടാണ് ഇയാൾ പെട്ടെന്ന് തന്നെ ഓട്ടോ ഡ്രൈവറിൽ നിന്നും വളരെ പെട്ടെന്ന് തിയേറ്റർ മണിയായി മാറുന്നു. അതായത് ഓട്ടോ ഡ്രൈവർ ആയിരുന്ന മണി തിയേറ്ററിൽ പോപ്കോൺ കച്ചവടം തുടങ്ങിയതിനു ശേഷം പിന്നീട് ഇയാൾ തിയേറ്റർ മണിയും പോപ്കോൺ മണിയും ഒക്കെയായി മാറുന്നു. പെട്ടെന്ന് ഇയാൾ ഒരു ധനകാര്യ സ്ഥാപനം തുടങ്ങുന്നു, ഗോൾഡ് ലോൺ തുടങ്ങുന്നു, റിയൽ എസ്റ്റേറ്റ് കമ്പനി തുടങ്ങുന്നു. ഇങ്ങനെ ഓരോ സ്ഥലത്തും ഓരോരോ മണിയായി മാറുന്നു. ഡയമണ്ട് വ്യാപാരം ചെയ്യുന്ന ഡയമണ്ട് മണി, ദുബായ് കണക്ഷൻസ് ഉള്ള ദുബായ് മണി എന്നിങ്ങനെയൊക്കെയുള്ള പല പേരുകളിലേക്ക് മാറുന്നു. ഏറ്റവും ഒടുവിൽ ഇതാ SITയുടെ സംഘത്തിന് മുന്നിൽ വരികയും ചെയ്യുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 6 വർഷം കൊണ്ട് ഇയാൾ കോടീശ്വരനാകാൻ എടുത്ത വർഷം എന്ന് പറഞ്ഞാൽ 6 അങ്ങനെ ആ 6 വർഷം കണക്കാക്കിയാൽ ശബരിമലയിൽ സ്വർണം ചോരാൻ തുടങ്ങിയ വർഷത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. 2020 ഒക്ടോബറിനാണ് പഞ്ചലോഹ വിഗ്രഹങ്ങൾ കൈമാറിയെന്ന മൊഴി വരുന്നത്. എന്ന് പറഞ്ഞാൽ ഇയാൾ അന്താരാഷ്ട്ര വിഗ്രഹക്കടത്തുമായി ബന്ധപ്പെട്ടതിന് ശേഷമായിരിക്കാം, അങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ വിഗ്രഹക്കടത്ത് നടത്തിയതിന് ശേഷമായിരിക്കാം ഇയാൾ കോടീശ്വരനായി മാറിയത് എന്ന് വ്യക്തമാണ്. എന്തായാലും ഡി മണിയുടെ വളർച്ചയെക്കുറിച്ചുള്ള വിവരങ്ങൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ആദായ നികുതി വകുപ്പ് ചോദിക്കുന്നത് പോലെയുള്ള ചോദ്യങ്ങൾ SIT ചോദിച്ചു എന്നാണ്. അതായത് ഡി മണി ഓട്ടോ ഡ്രൈവറിൽ നിന്നും കോടീശ്വരനായ മണിയായത് എങ്ങനെ എന്ന് തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം അന്വേഷിക്കുന്നത്. ആ പണത്തിൻ്റെ സ്രോതസ്സ് ശബരിമലയിലെ സ്വർണമാണോ എന്ന് തന്നെയായിരിക്കും പ്രധാനമായും ഇപ്പോൾ അന്വേഷണ സംഘം പരിശോധിക്കുക. ഒരുപക്ഷെ ഈ പറയുന്ന തെളിവുകൾ ഡി മണിക്കെതിരായാൽ ഇയാളെ അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരാനുള്ള സാഹചര്യവും കാണുന്നുണ്ട്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.